പ്രീമിയർ ലീഗിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് 2025-2026 പ്രീമിയർ ലീഗ് സീസൺ അവസാനിച്ചു, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പ്രീമിയർ ലീഗ് സീസണിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവസാനത്തെ പ്രീമിയർ ലീഗിലെ അവസാനത്തെ ദിവസങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പൂരിപ്പിക്കണം. തുടക്കം ആഴ്സണലിൽ നിന്ന് തുടങ്ങാം. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഴ്സണൽ പ്രീമിയർ ലീഗിലെ കപ്പ് എടുക്കുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം. അത് ആർട്ടേറ്റ കഴിഞ്ഞ വർഷങ്ങളിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട കുറേ അവസരങ്ങൾ, രണ്ടാം സ്ഥാനക്കാരായുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയിട്ട് കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള ആ അവസ്ഥകളൊക്കെ മാറി 24 വർഷത്തിന് ശേഷം ആർട്ടേറ്റയുടെ ആഴ്സണൽ പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തി. അത് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ ആഴ്സണലിനെ ഈ പ്രീമിയർ ലീഗ് കിരീടം മാത്രമല്ല ലക്ഷ്യമുള്ളത്. ഈ മാസം അവസാനം PSG ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കാനുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞാൽ ഡബിളായിരിക്കും. ഡബിൾ ഒരു പ്രത്യേകത പറയണ്ട, ഞാൻ വേറെ വീട്ടിൽ പറയാം. കാരണം കോൺഫറൻസ് ലീഗ്, യൂറോപ്പ ഈ രണ്ടും എടുത്തത് പ്രീമിയർ ലീഗ് ടീമുകളാണ്. കോൺഫറൻസ് ലീഗ് എടുത്തത് ക്രിസ്റ്റൽ പാലസും യൂറോപ്പ എടുത്തത് ആസ്റ്റൺ വില്ലയും. അത് കാരണം കൊണ്ട് ഈ ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ടീമുകൾ ട്രിപ്പിൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആഴ്സണൽ കപ്പ് എടുക്കാണെങ്കിൽ എനിവേ ആഴ്സണൽ രണ്ടാമത്തെ കപ്പിനുള്ള സാധ്യതയുണ്ട്. അതാണ് ആഴ്സണലിൻ്റെ കാര്യം. 24 വർഷങ്ങൾക്ക് ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആർട്ടേറ്റ ടീമിനെ ഇങ്ങനെയാക്കി സെറ്റാക്കി എടുക്കാൻ. അതിൻ്റേതായൊരു ഫലം ആർട്ടേറ്റയ്ക്ക് കിട്ടി. രണ്ടാമത്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിശ്വവിഖ്യാതമായ പരിശീലകൻ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു. വളരെ വേദനിപ്പിക്കുന്നതാണ്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു സപ്പോർട്ടറാണ്. പറയാലോ മാഞ്ചസ്റ്റർ സിറ്റി അഗെയിൻസ്റ്റ് ആവുന്നത്. പക്ഷേ ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായ ആ കോച്ചിന് എനിക്ക് ബഹുമാനമുണ്ട്, ടീമിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹം ടീമിനോട് വിട പറഞ്ഞു. ലാലീഗ, ബുണ്ടസ് ലീഗയിൽ ആള് ബയൺ മ്യൂണിക്കിന് മാക്സിമം കപ്പ് എടുപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലീഗയിൽ ബാഴ്സലോണയുടെ പരിശീലനമായിരിക്കുമ്പോൾ മാക്സിമം കപ്പ് എടുത്തിട്ടുണ്ട്. ഈ മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നിട്ട് സിറ്റി ഇനി കുറേ കപ്പുകൾ ആൾ എടുപ്പിച്ചിട്ടുണ്ട്. കപ്പുകൾക്ക് ഒന്നും ക്ഷാമം ഉണ്ടായിരുന്നില്ല സിറ്റിക്ക് ഈ പ്രാവശ്യങ്ങളൊന്നും. പ്രീമിയർ ലീഗ് ചറവറ പ്രീമിയർ ലീഗുകളായിരുന്നു. ഈ സീസണിൽ തന്നെ കരബാവോ കപ്പും FA കപ്പും നമ്മുടെ പെപ്പ് തൂക്കിയിട്ടുണ്ട്. കപ്പിന് ഒരു ക്ഷാമമില്ലാത്ത സിറ്റി ഒന്നും കൂടി ഉന്നതങ്ങളിൽ എത്തിച്ച ഒരു കോച്ചായിരുന്നു പെപ് ഗാർഡിയോള. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് പോകുന്നു. മൂന്നാമത്തേക്ക് പറയാനുള്ളത് എൻ്റെ സ്വന്തം ടീമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി. അടുത്ത സീസൺ 2026-27 ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടി. മൈക്കൽ കാരിക്ക് അവിടെ വന്നെടുത്ത പണികൾ ഗംഭീരമായിരുന്നു. സ്റ്റാർട്ട് നോക്കുക, സിറ്റി, ആഴ്സണൽ, പിന്നെ ചെൽസി, ലിവർപൂള് ഇവരൊക്കെ തച്ചുകൊടുത്തിട്ടുണ്ട് കാരിക്കിൻ്റെ ഈ കുറച്ച് കാലയളവിൽ. അപ്പോൾ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. പിന്നെ ചെൽസി അവരുടെ റോസനിയർ മാറിയിട്ട് താൽക്കാലികമായ ഒരു ഇടക്കാല പരിശീലകനായിരുന്നു. പക്ഷേ സ്ഥിരം പരിശീലനമായിട്ട് സാബി അലോൺസോ വരുന്നു അടുത്ത സീസണിൽ. ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ബ്ലൂക്കോയുടെ കീഴിലെ സാബി അലോൺസോ എന്ത് ചെയ്യും? സാബി അലോൺസോക്ക് സർവാധികാരം കൊടുക്കുമോ, അതോ ബ്ലൂക്കോയുടെ അണ്ടറിൽ ഒരു പപ്പറ്റായിട്ട് ഇരിക്കാൻ തന്നെയാണോ സാബി വരുന്നതെന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. ക്രിസ്റ്റൽ പാലസ് കോൺഫറൻസ് ലീഗ് കപ്പ് ജേതാക്കളായി. ആസ്റ്റൺ വില്ല യൂറോപ്പ കപ്പ് ചാമ്പ്യന്മാരായി. അതൊക്കെ പ്രീമിയർ ലീഗിനെ കുറിച്ചോ ആലോചിക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. എനിവേ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട് വെച്ചെങ്കിൽ അത് ഒന്ന് പൂരിപ്പിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ പറയാം. അപ്പോൾ എനിക്ക് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് പൂരിപ്പിച്ചേക്ക്. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും അഡീഷണൽ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റിൽ